പ്രയാൻ ചോദിക്കാൻ അറിയാമോ, ഇത് നിങ്ങളുടെ കുറ്റപ്പേരാണ്? ഫസ്റ്റ് നായകനായിട്ട് എൻ്റെ സീരിയൽ ഞങ്ങൾ ഒരുമിച്ച ഫസ്റ്റ് പടം. അതൊരു എന്താ പറയുക, നിർഭാഗ്യവശാൽ ആ പടം റിലീസായില്ല. പക്ഷേ അല്ല, നമ്മളെ വിമർശിക്കണം, കാര്യം നല്ലതെന്ന് ഒരിക്കലും പറയരുത്. സ്വപ്നങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി. ഹായ്, ഹലോ, നമസ്കാരം. ബ്രേക്ക് ത്രൂവിലേക്ക് സ്വാഗതം. സുഗമോദേവി എല്ലാവർക്കും അറിയാം, ആ സീരിയൽ എത്രത്തോളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഫ്ലവേഴ്സ് ചാനലിൽ. അതിൻ്റെ നായകനും അദ്ദേഹത്തിൻ്റെ നായിക, സീരിയലിലല്ല യഥാർത്ഥ നായികയാണ് കൂടെ ഉള്ളത്, പ്രയാൻ വിഷ്ണു. ആതിര, നമസ്കാരം. പ്രയാൻ, ഈ പ്രയാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അതിശയം, ആ പേര്. അതിൻ്റെ അർത്ഥത്തിൽ കൂടെ നമുക്ക് തുടങ്ങാം അല്ലേ? ആ പേരിൻ്റെ അർത്ഥം, പ്രയാൻ എന്നുള്ള അർത്ഥം എന്താണ്? പ്രയാണം എന്ന് വെച്ചാൽ പ്രയാണം, യാത്ര, ജേണി, പ്രയാണം. ഇത് ഞാൻ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇട്ട പേര്. പേര് പ്രയാൻ എന്ന് പറഞ്ഞ് താങ്കൾ ഇട്ടാണോ? ആക്ച്വലി എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അറിയാലോ, ഒരുപാട് വിഷ്ണുമാരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ, ഒരുപാട് വിഷ്ണുമാരുണ്ട്. അപ്പോൾ പേരിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാവണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പേര് മാറ്റിയാലോ. ഷായിച്ചേട്ടൻ എനിക്ക് അയച്ചത് എങ്ങനെയാണ് പ്രയാൻ വിഷ്ണു, പക്ഷെ ഞാൻ പ്രയാൻ ചോദിക്കാൻ അറിയാമോ, ഇത് നിങ്ങളുടെ കുറ്റപ്പേരാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പേര് ചോദിച്ചിട്ടുണ്ടോ, എന്താ ഇങ്ങനെ ഇട്ടാൻ ചോദിച്ചിട്ടുണ്ട്? ഇവളെ കാണുന്നതിന് മുന്നേ ഞാൻ ആ പേരിട്ടുണ്ട്. കണ്ടാൽ ഇടാൻ സമ്മതിക്കുമോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ, വേറെ വല്ല പേരും പറഞ്ഞാണ്. വിഷ്ണു, വളരെ സന്തോഷം. കാര്യം എനിക്ക് തോന്നുന്നു കുറേ അധികം ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. ഡെബ്യൂ, അതായത് ഒരു നായകൻ എന്നുള്ള ഡെബ്യൂ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതായത് നമുക്ക് എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം തന്നെ ആയിരിക്കും. ഹൗ ഡു യു ഫീൽ? കാര്യം എന്ന് വെച്ചാൽ കുറേ ജേണിയായി, ഞാൻ ടോപ്പിൽ നിൽക്കുകയാണ് ആ ഒരു സീരിയൽ. നല്ല താരനിരയാണ് അതിനകത്തുള്ളത്, ഐശ്വര്യ ചേച്ചി ഉൾപ്പെടെയുള്ള താരനിര. എന്തോ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇത്രയും വലിയ സീനിയറായിട്ടുള്ള ഇപ്പോൾ ഐശ്വര്യ ചേച്ചി ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്നത് ബൈജു ചേട്ടനാണെങ്കിലും, മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിം കുട്ടിക്ക്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ, ഇത്രയും സീനിയറായിട്ടുള്ള ഡയറക്ടറുടെ കൂടെ ഇത്ര നല്ലൊരു ചാനലിൽ ഫസ്റ്റ് നായകനായിട്ട് എൻ്റെ സീരിയൽ, അത് എത്ര പേർക്ക് ആ ഭാഗ്യം ഉണ്ടാവുന്നു അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അത് വളരെ വിജയകരമായി 700 എപ്പിസോഡ് കംപ്ലീറ്റായി, ആൾക്കാർ ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ചു, അവാർഡ്സ് കിട്ടി. അതൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിനി സ്ക്രീനിൽ ന്യൂ ഫേസ് എന്ന രീതിയിൽ, എൻ്റെ ആദ്യ നായകനായിട്ട് ആദ്യത്തെ സീരിയൽ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് സന്തോഷം. ഈ പൂച്ചൽ ഖാദർ അവാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അവാർഡല്ല. കാര്യം ഒരു ഡെബ്യൂ അല്ലെങ്കിൽ ഒരു നായകൻ എന്നുള്ള രീതിയിൽ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, കുറച്ചുകൂടെ കമ്മിറ്റഡ് ആവണം. പിന്നെ നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുമ്പോൾ ഇത്ര അവാർഡ് കിട്ടി, ഇനിയും അത് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കണം. എന്താ പറയാനുള്ളത്? കാര്യം ഇങ്ങനെ ഇരിക്കുകയാണ് ആതിര, എന്താണ് പറയേണ്ടതെന്നുള്ളത്. ആതിര ഉറക്കച്ചവത്തിലുള്ള ഇരിക്കണോ? ഞങ്ങൾ വന്നപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഉറങ്ങിയിട്ട് എണ്ണിച്ച് കഴിക്കാതിരിക്കും. ഞാൻ സൈബർ സെക്യൂരിറ്റിയാണ്, സൈബർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് 24/7 ആയതുകൊണ്ട് അധികവും നൈറ്റ് ആണ്. അതെ, എന്റെ ഡാർക്ക് സർക്കിൾസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇദ്ദേഹം മൂങ്ങിയാകുമ്പോൾ ഇദ്ദേഹം ഞാൻ മനുഷ്യൻ ചോദിക്കാൻ വന്നതേ. അപ്പം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നു, ഹസ്ബൻഡ് അവാർഡ് കിട്ടുന്നു, അപ്പം ഇങ്ങനെ ഒരു നായക പദവിയിലേക്ക് വന്നതിന് അതിനുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എങ്കിലും ഇതൊന്നും ചോദിക്കട്ടെ. അപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? കാര്യം ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ തന്നെ അതിലേക്ക് മെസ്സേജസ് വരായിരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടിയില്ല, എന്താ ചിലവുണ്ടോ എന്നൊക്കെ. സ്വന്തം ആ ഒരു ഫീൽ എന്താ, ഇങ്ങനെ അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സീരിയലിൽ തന്നെ ഇങ്ങനെ ഒന്ന് കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാരമല്ലല്ലോ. ആള് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അപ്പം അത് ഡിസേർവ് ചെയ്യുന്നൊരു അവാർഡ് തന്നെയാണ്. അല്ല, ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ആക്ടിങ് അല്ലെങ്കിൽ നമ്മൾ സിനിമ വരുമ്പം ഒരാൾക്ക് ഒരു സൈഡിൽ ഒരു കംഫർട്ടബിൾ ജോബ് മസ്റ്റായിട്ടും വേണം. അത് ഉറപ്പാണ്, നമ്മുടെ പാർട്ട്ണർക്ക് വേണം. കാര്യം എപ്പോഴാണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം പെട്ടെന്ന് അവർ എഴുതി മരിപ്പിക്കും. സീരിയസ്ലി പറഞ്ഞാണ്, അവരെ കൊല്ലാനും ചിലപ്പം ആ കഥാകൃത്തിന് പറ്റും. അത് നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും. പക്ഷെ എവിടെ സേഫ് സോൺ ഉണ്ട് അല്ലേ? IT ആണ്, അതൊരു സേഫ് സോൺ എപ്പോഴും വേണം. കാര്യം വിഷ്ണുവിന് ഞാൻ തിരക്കിയെടുത്തോളം വിഷ്ണു ഭയങ്കര ഒരു ആഗ്രഹമുള്ള, ഭയങ്കര ഡ്രീമുള്ള ഒരാളാണ്. എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ സീരിയലൊന്നും അല്ല, ഇനി വരണം എന്നുള്ളതാണ്. സീരിയൽ ബേസിലാണ്, സിനിമയാണ് ഭയങ്കര ഡ്രീം എന്ന് കേട്ടിട്ടുണ്ട്. എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? സിനിമകൾ ഞാൻ 4 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 വർഷം മുമ്പാണ് എൻ്റെ ഒരു ഫസ്റ്റ് പടം ഇറങ്ങുന്നത്. അതിൽ ഞങ്ങൾ ഒരു 4 നായകന്മാരായിരുന്നു.
4 ന്യൂ ഫേസസ് ആയിരുന്നു അന്ന്. അപ്പോൾ അന്ന് അതിൽ തന്നെ സിദ്ദിഖ് സാർ ഉണ്ടായിരുന്നു, മേജർ രവി സാറുണ്ട്, അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് പടത്തിൻ്റെ പേര് അങ്ങനെ ഞാനും പ്രേമിച്ചു എന്ന് പറഞ്ഞ പടമായിരുന്നു. തിയേറ്ററിലൊക്കെ ഇറങ്ങിയ പടമാണ്, ഒരു കുഞ്ഞു പടം. അതിനുശേഷം നമസ്തേ ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തു. അതിൽ ഹീറോ ആയിരുന്നു. അത് നമ്മുടെ വിവേക് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച ഫസ്റ്റ് പടം. അതൊരു എന്താ പറയുക, നിർഭാഗ്യവശാൽ ആ പടം റിലീസായില്ല. പക്ഷേ ആയിരുന്നെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരു ബ്രേക്ക് തരേണ്ട ഒരു മൂവിയായിരുന്നു. കാരണം ഒരു ട്രാവൽ മൂവിയായിരുന്നു അത്. ഹിമാചൽ പ്രദേശൊക്കെ ആയിരുന്നു. അത് കേരളം തൊട്ട് ഹിമാചൽ വരെയുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെ, ഒരു ബുള്ളറ്റ് സഫാരി, പേരുമായിട്ട് സാമ്യമുണ്ടല്ലേ? അതെ, അങ്ങനെ സംഭവമായിരുന്നു. പിന്നെ അതിനുശേഷം മുന്തിരി മൊഞ്ചൻ, ഒരു തവള പറഞ്ഞ കഥ എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തു. അതിൽ 2 നായകന്മാരിൽ ഒരാളായിട്ട് ചെയ്തു. അതിൽ ഈ പറഞ്ഞ പോലെ ഇന്നസെൻറ്റ് സാറ്, സരിൻകുമാർ ഏട്ടൻ, പിന്നെ ദേവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവരോടൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും അവസരമൊക്കെ കിട്ടി. പിന്നെ സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തൊരു പടം, അട്ടപ്പാടിയായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അതിൽ ഹീറോ ആയിരുന്നു. അതിൽ ഞാനും ഇന്ദ്രൻ ചേട്ടനും ആയിരുന്നു മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മുടെ നരിവേട്ടയിലെ നായിക ഉണ്ടല്ലോ, പ്രിയമതയായിരുന്നു എൻ്റെ നായിക. അതിനുശേഷം പിന്നെ കുറച്ച് നല്ല പ്രൊജക്ട്സൊക്കെ വന്നതാണ്. ആ സമയത്ത് കോവിഡ് വന്നു, കുറേ നമ്മുടെ അതെ അപ്പോൾ നമ്മുടെ കുറേ സ്വപ്നങ്ങളൊക്കെ തകർന്നു, തരിപ്പണമായി. കുറേ ഇപ്പം ഹാപ്പിയാണ്, തീർച്ചയായും ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെ ചെറിയ കാര്യമൊന്നും പോരല്ലോ, നമുക്ക് ഇനിയും കാരണം ഡ്രീമാണല്ലോ അല്ലേ. ഇപ്പോൾ സീരിയലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ ശ്രീ ഫൈസൽ അടിമാലി സാറിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു പുള്ളി എടാ ഒരു സീരിയൽ തുടങ്ങുന്നുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതും എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിട്ട് ആ ക്യാരക്ടർ എനിക്ക് തന്നതും. അത് എന്താ പറയുക, നമ്മുടെ ഹാർഡ് വർക്കാണെങ്കിലും സ്മാർട്ട് വർക്കാണെങ്കിലും നമ്മുടെ ഭാഗ്യമാണെങ്കിലും എല്ലാം കൂടുമ്പോഴാണല്ലോ അല്ലേ. എല്ലാം ഉണ്ടെങ്കിലും ഭാഗ്യം വേണം. നമ്മൾ എത്ര നന്നായിട്ട് ഭാഗ്യം വേണം, തീർച്ചയായിട്ടും അതൊരു ഫാക്ടർ തന്നെയാണ്. ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോഴേ ഈ പ്രയാൺ വെറൈറ്റി പേര് പോലെ തന്നെ വെറൈറ്റി പേരുകൾ സിനിമയുടെ ഇല്ല അല്ലേ. ഒരു പേര് പറഞ്ഞ മുന്തിരി മൊഞ്ചൻ, ഒരു തവള പറഞ്ഞ കഥ. ഈ മുന്തിരി മൊഞ്ചനൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ വേറെ വാക്കിലേക്കൊക്കെ പോകും. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? പെട്ടെന്ന് പറയുമ്പോഴത്തേനെ പറയുന്നവർക്ക് പോകും. അല്ല, സ്പീഡ് ഒരു 5 പ്രാവശ്യം ബ്രോ പറയാൻ തെറ്റും, ഞാൻ പറയില്ല. അതാ പറഞ്ഞത്. അപ്പം അതിലേക്ക് വരുവാണെങ്കിൽ ജോലി ഏതാണ്ട് മാറുവാണെങ്കിൽ ഇപ്പം അതവിടെ നിൽക്കട്ടെ, ആ സൈഡ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോഴും നിങ്ങൾ നല്ലൊരു കപ്പിളാണെന്ന് രണ്ടുപേരും തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മുടെ ബിഹൈൻഡ് ദ ക്യാമറ പറഞ്ഞു ഷോർട്ട് ആൻഡ് പേഡ് ആണെന്ന് പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു. ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ തല്ലുണ്ടാക്കാറുണ്ട്, തലങ്ങണി വെച്ചടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ഇടയിൽ സൗഹൃദപരമായിട്ട് ആരെങ്കിലും കൂടെ നിന്നിട്ട് നിങ്ങളെ തെറ്റിക്കാൻ, അതായത് ഇപ്പോൾ സൗഹൃദങ്ങൾ ഇഷ്ടം പോലെ സ്നേഹിച്ച സമയത്ത് തെറ്റിക്കാനുള്ളൊരു അതെന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ? കാര്യം നിങ്ങൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. എത്ര നാൾ സ്നേഹിച്ചു? എല്ലാം വളരെ പെട്ടെന്നാണ്, ഷടപടേന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ റിലേറ്റീവ്സാണ്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് സ്കൂളിൽ. ഒരു 1.5 വർഷത്തെ ഒരു നല്ല സൗഹൃദം, വളരെ നല്ല ഫ്രണ്ട്സായിരുന്നു. ആ 1.5 വർഷത്തിന് ശേഷം 2ാമത്തെ വർഷം 2.5 വർഷം ആകുമ്പോഴേക്ക് അത് കല്യാണത്തിലേക്ക്, 2 കെട്ടല്ല 1.5 വർഷത്തെ സൗഹൃദത്തിന് ശേഷം 2ാമത്തെ വർഷം ആകുമ്പോഴേക്ക് കല്യാണത്തിലേക്ക് പോയത്. 2 കെട്ട്, 1 കെട്ടിയത് പോലെ. അല്ല, ഞാൻ അങ്ങനെ കേട്ടത്. അല്ല, അതല്ല, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ അതോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഇതിൽ ആരാദ്യം, ക്ലീശ ചോദ്യമാണെങ്കിൽ ചോദിക്കുകയാണ്, ആരാദ്യം ഇഷ്ടം പറഞ്ഞാൽ? അങ്ങനെ ഇഷ്ടം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഫ്രണ്ട്സാണ്. പിന്നെ അങ്ങനെ ഇഷ്ടമായിട്ട് പറഞ്ഞില്ല. എന്നാലും ഈ കല്യാണത്തിലേക്ക് എത്താൻ ഒരു നിമിത്തം വേണമല്ലോ. അതൊക്കെ സംഭവിക്കുമല്ലോ. ഇതിനിടയ്ക്കല്ല പാര ഒന്നും അടുപ്പിച്ചിട്ടില്ല ഇല്ല. എങ്കിലും ആതിരയ്ക്ക് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ വന്നിട്ടുള്ള ഏറ്റവും ഹാർട്ട് ഫീൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം വിഷ്ണുവിൽ നിന്ന്, അത് അങ്ങോട്ടും ചോദിക്കാം തിരിച്ചു ചോദിക്കാം, വിഷ്ണുവിൽ നിന്ന് മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണ് ഈ ജേണിയിൽ? മറക്കാൻ അങ്ങനെയല്ല, പൊതുവെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ 2020 പുള്ളി ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് മരിക്കായിരുന്നു. അപ്പം ഞാൻ ലിറ്ററലി അച്ഛനായിട്ട് ഭയങ്കര ബോണ്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയ ഒരു ടൈമാണ്. ആ ടൈമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും ഫ്രണ്ട്സ് ആവുന്നതൊക്കെ. അപ്പം
ആളിൽ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആ ഒരു നമ്മൾക്ക് ഒരു സ്പേസിന് ഒരു കെയറും ഇതൊക്കെ പോയി. അപ്പൊ ആ ഒരു എനിവേ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരുപാടൊക്കെ അതിന് ആ ഒരു കെയറും ആ ഒരു സ്നേഹവും ആ ഒരു പാമ്പറിങ് ഒക്കെ തരുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ അഡ്മയർ ചെയ്യുന്നത്. അതിപ്പോ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ശേഷമാണെങ്കിലും അത് അതുപോലെ തന്നെ ഉണ്ട്. അതിനൊരു മാറ്റമൊന്നുമില്ല. സീരിയസ്ലി ചില പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എവിടുന്ന് കിട്ടാത്തത് മറ്റൊന്ന് കിട്ടുമ്പോൾ, പാമ്പറിങ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കൂടുതലായിട്ട് ഇഷ്ടം പോകും. ആ ഒരു ഇഷ്ടം ഇപ്പോഴും ആ പുള്ളിക്കാരുടെ കണ്ണിലുണ്ട് കേട്ടോ. കുട്ടികളുടെ മനസ്സാ, പിഞ്ച് മനസ്സാണ് ഈ കാണുന്ന. ചൂടായി കഴിഞ്ഞാൽ പിഞ്ചൊക്കെ മാറും. അയ്യോ, അത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ സ്വഭാവം. അത് ഞങ്ങളെ അറിയുന്നവർ പറയും. എൻ്റെ ഒരു പിന്നെ എന്താ പറയാ മെയിൽ വേർഷൻ ആണ് വിഷ്ണുവേട്ടൻ, ആളുടെ ഒരു ഇതാണ് ഞാൻ. എല്ലാത്തിലും ഒരേ സ്വഭാവം. അത് പ്രശ്നമാണ്, ചില സമയം നല്ലതുമാണ്. അല്ല, ഇവിടുന്ന് എങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സംഭവം? ഇവള് എന്താ പറയാ, നമ്മളിപ്പോ ചില സമയം നമ്മൾ ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അടുത്തത്, ഇപ്പം നമുക്ക് എം ടി ആയിട്ട് നിൽക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാവും. ആ സമയത്ത് ഇത്രയും ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് കൊണ്ടുവന്നത് നമ്മളെ വടക്കൻ സെൽഫിയിലെ നിവിൻ പോളി മജു വർഗീസ് അല്ലേ, എടാ നിന്നെ കൊണ്ട് പറ്റണം ഉമേഷേ, അതാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന ലെവലിൽ. വണ്ടി ഓടിക്കാൻ നമ്മൾ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുമ്പോൾ അവനെ വിടരുത്, അയ്യോ അടി വാങ്ങിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും ചില ഭാര്യമാർ അങ്ങനെ കേട്ടോ, തോക്കാൻ ഒട്ടും സമ്മതിക്കുന്നത്, സ്വന്തം ഭർത്താവ് തോക്കാൻ പാടില്ല, അവനെ അങ്ങനെ വിടാനും പാടില്ല. അവക്കതൊന്നുമല്ല, ഞാൻ തോക്കുന്നതല്ല, അവക്ക് അപ്പൊ ഈ കൊടി അവൻ നമ്മുടെ വണ്ടി ഓർത്തേക്ക് ചേസ് സംഭവമാണ്. പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് ഈ മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്കും പിന്നെ ഹരമാവുമല്ലോ അല്ലേ. പക്ഷെ മോട്ടിവേഷൻ എപ്പോഴും നല്ലതാണ്. കാര്യം ഈ സീരിയലിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണുമ്പോൾ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമോ? അത് മാത്രമേ പറയുള്ളൂ. അത് പറയാനേ നേരമുള്ളൂ. അത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സെറ്റായി. അല്ല, നമ്മൾ വിമർശിക്കണം. കാര്യം നല്ലതെന്ന് ഒരിക്കലും പറയരുത്. കാര്യം പോസിറ്റീവിനെക്കാളും നെഗറ്റീവാണ് എപ്പോഴും ബെറ്റർ. ചെയ്യാത്ത ഭാഗ്യം ആ ഭാഗം പറഞ്ഞു കൊടുക്കുക. അതെ, എസ്പെഷ്യലി നമ്മൾ ഈ സിനിമയുടെ ഒരു പാറ്റേണേ അല്ലല്ലോ സീരിയലിൽ വരുമ്പോൾ. അപ്പോൾ സിനിമയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ച് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്ത് വന്നത്. അതെ, പക്ഷെ ഡയലോഗ്സ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടാണല്ലോ നമ്മൾ പ്രസന്റ് ചെയ്യുക, അഭിനയിക്കുക. ഇതിൽ പ്രോംപ്റ്റിംഗ് എന്നുള്ള സംഭവം, അത് ഞാൻ ആദ്യം വിചാരിച്ച പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരാൾ പറയുന്നു, അത് നമ്മൾ കേട്ട് പറയുന്നു, നമുക്ക് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് തന്നെ. പക്ഷേ ഞാനിതിൽ ഫസ്റ്റ് സീൻ ഞാൻ അഭിനയിച്ചപ്പോൾ, സീരിയൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോംപ്റ്റിംഗ് ഒരിക്കലും ഒരു എളുപ്പമുള്ളൊരു പരിപാടിയല്ല. കാരണം പ്രോംപ്റ്റ് ചെയ്യുന്ന ആൾ പുള്ളി ഒരു മൂഡിൽ പറയും, നമ്മളത് കേട്ട് ആ ക്യാരക്ടറിൻ്റെ മൂഡിലോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മളത് ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് വിത്തിൻ സെക്കൻഡ്സാണ് ഇതൊക്കെ നമ്മൾ കേട്ട് ചെയ്ത്. അത് ചില്ലറ കാര്യമല്ല. അത് ഞാൻ കുറച്ച് ടൈം എടുത്തു സത്യം പറഞ്ഞിട്ടുണ്ട് സീരിയലിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഭയങ്കര ക്യാച്ച് ചെയ്യാന്ന് വെച്ചിട്ട് എനിക്ക് ആദ്യം പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പ്രോംപ്റ്റിങ് നമ്മുടെ ഒരു ഇതല്ല. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചു. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സീരിയലിലുള്ള നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ കോ ആർട്ടിസ്റ്റ് ആണെങ്കിലും ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഈ ഇപ്പോഴുള്ള സീരിയലുകളിലെ ഓവർ ആക്ടിങ് കാണാറില്ല. പണ്ടുള്ള സീരിയലാണെങ്കിൽ വലിയ നോക്കുക, ഭയങ്കര ഓർണമെന്റ്സ്, വാച്ചൊക്കെ കെട്ടി പിന്നെ ജോലിക്കാരിയാണ് അടുക്കളയിൽ നിൽക്കുന്നത്, പട്ടുസാരി കൊടുത്ത്. ഇപ്പം അങ്ങനെ കാണാറില്ല. ഇപ്പം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാം, കാര്യം കുറഞ്ഞു കുറച്ച്. അതെ, ഇടക്കാലത്ത് ഭയങ്കരമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ മറ്റ് ഭാഷ വരുമ്പോൾ അതെ അങ്ങനെയുള്ളൊരു അത് അതിനോട് യോജിക്കുന്നു. അങ്ങനെ ഒരു ഇവിടെ ചോദിക്കാം, അങ്ങനെ യോജിക്കുന്നുണ്ടോ? ട്രോളുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ സീരിയൽ ഞാൻ ഇങ്ങനത്തെ കാണുമ്പോൾ ട്രോളുന്ന ഒരാളാണ്. സീരിയൽ നന്നായിട്ട് കാണുമോ? ഇല്ല, ഞാൻ ഒരു ഹിന്ദി സീരിയലൊക്കെ കാണുന്ന ആളായിരുന്നു. 12th വരെയൊക്കെ ഞാൻ നന്നായി സീരിയൽ കണ്ടു. പിന്നെ നമുക്ക് ആ സീരിയൽ കണ്ടിട്ട് ടൈമില്ല, പിന്നെ ജോബായി അങ്ങനെ പോയി, അങ്ങനെയില്ല. പിന്നെ ഇത് നമ്മുടെ ആളായതുകൊണ്ട് കണ്ടല്ലേ പറ്റും. കുറ്റങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അതെ 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 അത് തീർച്ചയായിട്ടും വേണമല്ലോ. അതങ്ങനെ തന്നെ വേണം. കാര്യം വിമർശനം എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം സുസ്മിതയായിട്ടുള്ള എന്തെങ്കിലും ലവ് സീക്വൻസ് ഒക്കെ വരുമല്ലോ, ഇഷ്ടംപോലെ ഉണ്ട്, അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സീക്വൻസ് വരുമ്പോഴത്തേന് ഇവിടെ ഈഗോ അല്ലെങ്കിൽ പൊസസീവ് ആയിട്ടുണ്ടോ? ഇവിടെയോ? ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ പറയും ഇത് കുറച്ച് മോട്ടിവേറ്റ് ചെയ്യോ. ഇവിടെ അങ്ങനെയല്ല, ശരി, ക്യാമറ നമ്മളെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത് പുള്ളിക്കാരിക്ക് അത് ഏത് രീതിയിലാണ്. കാരണം അവൾക്കറിയാം, അവള് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ല, ഇപ്പോൾ ഒരു ക്യാമറേൻ്റെ ബിഹൈൻഡ് ദി ക്യാമറ
റൊമാൻറ്റിക് സീൻ അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് സീൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരുപാട് ബ്ലൂപ്പേഴ്സ്, ഒരുപാട് തമാശകൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതെ. അപ്പൊ ഇവിടെ അത് അറിയാവുന്ന ഒരാളായതുകൊണ്ട്, ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന പോലെ കുറച്ച് പോസസീവ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഇതാകുമ്പോൾ ഇവിടെ ഞാൻ പലതവണ ഞാൻ ലൊക്കേഷൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. അവിടെ ഒരു വിഷയമല്ല. അതാണ് എനിക്കറിയാം. കുറച്ചു നേരം യാത്രയിലേക്ക് ചോദിക്കാം, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എപ്പോഴെങ്കിലും ലൊക്കേഷനിൽ പോയപ്പോ അങ്ങനെ ശരി വെളിയിൽ പോയപ്പോഴാണ് ഈ ഒരു കുടുംബം കളിക്കാൻ വന്നോളൂ ഇപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്? അങ്ങനെ എപ്പോഴെങ്കിലും? അങ്ങനല്ല, ചിലപ്പോ മൂപ്പർക്ക് ഇൻസ്റ്റയില് ആരാധികമാരൊക്കെ മെസ്സേജ് അയക്കുമ്പോ എനിക്ക് അവരുണ്ടല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയല്ല, അല്ലാത്ത രീതിയിലൊക്കെ ചില അതെന്താന്ന് പറയാം, അല്ലാത്ത മെസ്സേജ് ഒന്ന് പറയാം. സാധാരണ വിഷ്ണു ചേട്ടൻ അടിപൊളിയാണ്, ചേട്ടൻ്റെ ആക്ടിങ് കൊള്ളാം, അതൊക്കെയാണ് സാധാരണ വരുന്നത്. ചിലപ്പോൾ ശരിയോ ലവ് ഇതൊക്കെ വരും, സിമ്പിൾ വരും. പക്ഷെ അതൊക്കെ മേലെ എന്താ ചേട്ടന് ഇഷ്ടമാണോ? കല്യാണം ഈ കല്യാണം കഴിഞ്ഞായിട്ട് അറിയോ എല്ലാവർക്കും? വരുമ്പോഴത്തേനും അറിയും, കുഴപ്പമില്ല. അല്ല എന്താ പറഞ്ഞില്ല, മെസ്സേജ് വരുന്ന പറഞ്ഞു. മെസ്സേജ് അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ ഇനി പിന്മാറാൻ പറ്റത്തില്ല. അനാവശ്യമായ വരുമ്പോ അതെന്തിനാ ഇപ്പൊ ഒരു ഹാർട്ട് ഇട്ടേ എന്ന് ചോദിക്കും. രാത്രി 2 മണിക്കൊക്കെ ഹാർട്ട് വരാറുണ്ടോ പുള്ളിക്കാരന്? ഹാർട്ട് അറ്റാക്ക് അല്ലേ, ഹാർട്ട് വരാറുണ്ടോ? ഇല്ല ഇല്ല, ഹാർട്ട് അറ്റാക്ക് വരുന്നത് കേട്ടോ. അല്ല, പൊസസീവ് ആണ് എല്ലാരും. പുറത്തിറങ്ങുമ്പോൾ എല്ലാരും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ പുറത്തിറങ്ങുമ്പോൾ ആരാധികമാരെ അടുക്കുമ്പോഴത്തേന് അല്ല അങ്ങനെ ഒരു ഇതില്ല. എല്ലാരും ഭയങ്കര എന്താ പറയാ, നന്ദൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് ഞങ്ങള് നന്ദാന്നാ വിളിക്കുക പുറത്തിറങ്ങുമ്പോ. കാരണം അവരെ കണ്ട് അവരുടെ വീട്ടിലൊരാളെ പോലെയായി. അപ്പം പുറത്തിറങ്ങുമ്പോ അങ്ങനെ ഈ മെസ്സേജസ് അങ്ങനെയൊക്കെ വരുമ്പോ കുറച്ച് കുശുമ്പോ തിരിച്ചറിയുമ്പോ ഗൂസ് ബംസ് ഒക്കെ വരാറുണ്ടോ? നമ്മുടെ എന്റെ ഹസ്ബൻഡ് എന്റെ കെട്ടിയാണ് അപ്പൊ അങ്ങനെ കുറച്ച് വന്നിട്ട് പ്രൗഡാണ്. ലൈക്ക് അവര് വന്ന് ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ ഒരു അല്ല, ആ സമയം എപ്പോഴെങ്കിലും ഭാര്യയാണെന്ന് അറിയിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത് പോയിട്ട്. ഒരു പ്രാവശ്യം ലുലു മോളിൽ പോയപ്പോഴത്തേക്കും ഒരു ഫാമിലി വന്നിട്ട് അവര് നന്ദ ദേവിക എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ ഇതില് നന്ദൻ അവരാണ് ഹസ്ബൻഡ് വൈഫ്, അവര് റിയാലിറ്റി ഇതല്ല. അപ്പൊ വിഷ്ണുടൻ പറഞ്ഞു അത് ഇത് റീല്, ഇതെന്റെ ഒറിജിനൽ നായിക ഇത്. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ദേവികേനെ കൈവിടരുത്, ദേവികേനെ തന്നെ എപ്പോഴും കൂടെ കൂട്ടണം. പക്ഷെ വേറെ കാര്യമുണ്ട്, പിന്നെ ഇല്ല അശ്വതി അല്ല അതിൽ അവിടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ, പുള്ളിക്കാരി വീട്ടിലാന്ന് പറഞ്ഞേനെ. ഉണ്ടായിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഈ ക്യാരക്ടർ തിരിച്ചറിയുന്ന വലിയ പാട് തന്നെയാണ് അല്ലേ. ചിലര് നമ്മളിപ്പോ അപ്പുറത്തെ റൂമിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ സംസാരിക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ഈ വോയിസ് കേട്ടിട്ട് നമ്മൾ ഓൺ ഡബിങ് ആണെങ്കിൽ അങ്ങനെ ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് വോയിസ് ഡബിങ് വേറെ ഒരു ചേട്ടനാ ചെയ്യുന്ന വിനീത് ഓൺ വോയിസിൽ ചെയ്യാത്ത. നമുക്ക് ഇപ്പോൾ ഷെഡ്യൂൾ വരുന്നത് 1-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ 20-ാം തീയതി 22-ാം തീയതി വരെയൊക്കെ പോകും. അപ്പോൾ രാവിലെ 7 മണിക്ക് നമ്മൾ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഹീറോ ആയതുകൊണ്ട് തന്നെ രാത്രി 10 മണി വരെ നമുക്ക് 10-10 മണി ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ പൊതുവേ എനിക്ക് ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡബ്ബിങ് ആണെങ്കിൽ പോലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡെയിലി ഡബ് ചെയ്യേണ്ടി വരും. ഒരു 2-2.5 മണിക്കൂർ ചിലപ്പോൾ ഡബ്ബിങ്ങിന് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി, പിന്നെ രാവിലെ ആദ്യം 5-5:30 എണീറ്റ് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഞാൻ വർക്കൗട്ടും ജിമ്മിലൊക്കെ പോകണതാണ്. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഡബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അടുത്ത സീരിയലിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഒരു ഏത് വർക്കാണെങ്കിലും സിനിമയാണെങ്കിലും സിനിമ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓൺ വോയിസ് ഡബിങ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മളിപ്പം നമ്മുടെ വോയിസ് എന്താണെന്നും നമ്മളെന്താണോ അതിൽ കൂടെ അറിയാൻ പറ്റും. പക്ഷേ ചിലപ്പം ഈ ആരാധകരുടെ അടുത്ത് പോകുമ്പം ഈ സൗണ്ടല്ലല്ലോ നമ്മൾ അതിനകത്ത് കാണുന്നത് തോന്നാറുണ്ടാവാം. അത് ആരാധകർ അങ്ങനെ ചോദിച്ചിട്ടില്ല, കാരണം ആരാധകർ കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി ബാസ് ഇട്ട് അപ്പോൾ കുഴപ്പമില്ല, അതിന്റെ വോയിസ് അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. ഒറിജിനൽ വിഷ്ണുവിന്റെ വോയിസ് അറിയുന്നവർക്ക് പെട്ടെന്ന് സ്ക്രീനിൽ വേറെ വോയിസ് കേൾക്കുമ്പോൾ അവർക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊന്ന് മെർജ് ചെയ്യാൻ, അതായത് ഒരായിട്ടൊന്ന് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവാം. ഈ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ കൂടെ പോകാം, നമുക്കിനിപ്പോൾ കുറച്ച് നേരം ആ സ്നേഹത്തിലേക്ക് പോകാം. സ്നേഹിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം വഴക്കുണ്ടായിട്ടുണ്ട്? അയ്യോ, എന്തിനാണ് കൂടുതലായിട്ടും വിഷ്ണുവിൽ ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ് അതിനെ നോക്കുമ്പോൾ? ഒന്നും ഇഷ്ടമല്ല, ഏതെങ്കിലും ഒന്ന് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ആളിപ്പോ മാറ്റി. അതുകൊണ്ട് അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന കുറച്ചധികമായിരുന്നു. അത് എനിക്ക് പൊതുവെ അത് ഇഷ്ടമായിട്ടൊന്നുമല്ല. ആരാണെങ്കിൽ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ
ഈ ഇങ്ങനെ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞ എനിക്ക് ഭയങ്കര അലർജി. ബോറടിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കും. അപ്പൊ ആദ്യമൊക്കെ ആള് ഇങ്ങനെയായിരുന്നു, അതിലൊക്കെ അടി കൂടിയിട്ട് ഇപ്പൊ സെറ്റായി. ഇപ്പൊ വർത്താനം അത് ഇപ്പൊ അങ്ങനെ ആ പരിപാടിയില്ല. പിന്നെ ഫോൺ നോക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു 3 കാര്യം? അങ്ങനെ ഞങ്ങൾ ഈ അടി ഉണ്ടാക്കുന്ന എന്തിനാന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇവിടെ എങ്ങനെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരെണ്ണം പറ, ഇഷ്ടമുള്ള ഒരെണ്ണം പറ. ഇഷ്ടമില്ലാത്ത കാര്യം അല്ലേ? ഇഷ്ടമില്ലാത്ത കാര്യം ഇപ്പൊ പറഞ്ഞ ഞാൻ ഫോൺ ചെയ്യുമ്പോ മാറ്റി വെക്കടാ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്കോ? അല്ലല്ല, അത് മാറ്റി വെക്കാൻ പറഞ്ഞ ന്യായം. അത് തീർച്ചയായും പറ, ചോദ്യത്തിന് മറുപടി പറ. അല്ല, ചിലപ്പോ നമ്മള് എന്താ പറയാ, ചില സമയം ഇപ്പൊ നമ്മള് കുറച്ച് ഈ പറഞ്ഞ പോലെ പണ്ട് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ മാക്സിമം മാറി. എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മെച്ചൂർഡായിട്ട് നമ്മൾ പറയുമ്പോൾ ഇവള് ചിലപ്പോൾ ഇവളുടെ മൂഡ് ശരിയില്ലെങ്കിൽ ഇവളത് ഇവളുടെ റെസ്പോൺസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ചില സമയത്ത് കേൾക്കണം എന്നില്ല. അപ്പോൾ അവൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വർക്കിന്റെ സ്ട്രെസ് കാരണമായിരിക്കാം ആ പുള്ളിക്കാരി വേറെ മൂഡിലിരിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് വന്നാലും ഞാനൊരു 10-12 മണിക്കൂർ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ എത്തുമ്പോൾ ഇവള് ചിലപ്പോൾ മറ്റേ മാനേജറോട് സംസാരിച്ച് ഫുൾ മീറ്റിംഗ് എടുത്ത് പ്രാന്തായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവള് ചിലപ്പോൾ മൈൻഡാക്കാതെ ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, ഇവർക്ക് എന്താ അപ്പൊ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് തിരിച്ചിങ്ങോട്ട് പറയും. മിസ്കമ്മ്യൂണിക്കേഷൻ അത്രേ ഉള്ളത്. എത്ര സമയം നിൽക്കും? അതൊക്കെ കുറച്ച് അതുള്ളത് കാര്യം മറന്ന് നമ്മൾ മനസ്സിൽ വെച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. ഞങ്ങൾ രണ്ടുപേരും ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാല് പിന്നെ കുഴപ്പമില്ലല്ലോ. ഏത് സൈഡിൽ പറയാൻ പറ്റില്ല അല്ലേ? ഏത് സൈഡിൽ നിന്ന് പറയാൻ പറ്റും. ടപ്പേന്ന് തീരുക, കുറച്ച് കഴിഞ്ഞിട്ട് വരിക, സോറി പറയാ, തീർന്ന് അവിടെ തീർന്നു. എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയാം? ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ കുക്കൊന്നല്ല. ഞാൻ +2 വരെ ഞാൻ ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അല്ല, പിന്നെ സദ്യ ഉണ്ടാക്കും. നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ പുള്ളിക്കാരി ഉണ്ടാക്കും. അതായത് യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. ഒരുപാട് കുറച്ച് സമയം എടുക്കുന്നില്ലല്ലോ, പക്ഷെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്തായാലും ചെയ്യും. എനിക്ക് പലപ്പോഴും എന്റെ വർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നൈറ്റ് എടുത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ 10-11 മണിയാവും. തല പൊങ്ങൂല്ല, നമുക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഒത്തിരി ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മെയ്ഡ് ഉണ്ട് ഇവിടെ. അപ്പൊ എന്നെ കൊണ്ട് ഈ ടൈമിന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഞാൻ എണീറ്റ് വരുമ്പോ തന്നെ അത് ലഞ്ചാവും, പിന്നെ ബ്രഞ്ച് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു മെയ്ഡിനെ വെച്ചിട്ടുണ്ട്. അല്ല, അതെപ്പോഴും നല്ലതാണ്. വർക്ക് ഇഷ്യൂസ് വരുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയങ്ങൾ രണ്ടുകൂടെ പാചകം ചെയ്യാറുണ്ടോ? രണ്ടുപേരും ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കരിമ്പുന്നോട്ടത്തിൽ ആന കയറി പോലെ അടുക്കള. അല്ല വിഷ്ണു, കൂട്ടുകാരുടെ ഇടയിൽ എങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് തന്നെയാണ്? അങ്ങനെ എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ബിടെക് സിനിമയിൽ ആസിഫ് അലി വന്ന ഡയലോഗുണ്ട്, നമുക്ക് ഒരുപാട് പേരൊന്നും വേണ്ട, നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന 4-5 ആൾക്കാർ അത് മതി, ഒരാളായാലും മതി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. കാരണം ഫ്രണ്ട്സിൻ്റെ നമ്മളെ ഒരുപാട് വിശ്വസിച്ച ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണി കിട്ടിയ ആളാണ് ഞാൻ. ഒരർത്ഥത്തിൽ അത് നല്ലതാണെന്ന് തോന്നുന്നല്ലേ, കാരണം അവന്മാർ പോയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഫ്രണ്ട്സിൻ്റെ കാര്യം ചോദിക്കുമ്പോഴേ എനിക്ക് ആതിര ഈ ചില പെൺകുട്ടികൾ പറയാറുണ്ട്, പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളാരെയും ഒന്നും പറഞ്ഞതല്ല, ആദ്യം അത് പറയട്ടെ. അവരുടെ ഒപ്പീനിയനാണ്, ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, പെൺകുട്ടികളെ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ കൊള്ളില്ല, അവർ നല്ല പണി തരും. ആണുങ്ങളാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം, റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. യോജിക്കുന്നുണ്ടോ അതിനോട്? യോജിക്കുന്നത് ഡിപ്പെൻസ്. ഇപ്പൊ എന്റെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്. എനിക്ക് മെജോറിറ്റി ബോയ്സ് ആണ്. കാരണം ഞാൻ ഫസ്റ്റ് എന്റെ കരിയർ തുടങ്ങിയ വിപ്രോയില് വർക്ക് ചെയ്യുമ്പോൾ അവിടെ തൊട്ട് ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു 4-5 പേര്. അവരിപ്പോഴും അതേ ഒരു ബോണ്ട് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ സ്കൂളിൽ തൊട്ടുള്ള ആൾക്കാരുണ്ട്, അവർ പെൺകുട്ടികൾ തന്നെയാണ്, അവർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പം എനിക്കും പണി കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് പെൺകുട്ടികളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവരും നമുക്ക് അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ജനറലൈസ് ചെയ്തല്ല, ചില ആൾക്കാരുടെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ല, അങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, നമുക്ക് പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ എനിക്കൊന്ന് ആൺകുട്ടികൾ തന്നെയായിരിക്കും. കാരണം പെൺകുട്ടികൾ മനഃപൂർവ്വം വരാണ്ടിരിക്കുന്നതല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദൂരത്ത് നിന്ന് ഒറ്റയ്ക്ക് വരാൻ അങ്ങനെയൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. എനിക്ക് പേഴ്സണലി ഹെൽപ്പ് കിട്ടിയതൊക്കെ
ആൺകുട്ടികൾ തന്നെയാണ്. പെട്ടെന്ന് ഒരു എമർജൻസി ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് അവരുണ്ടാവും. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്, പക്ഷേ കൂടെ നിന്ന് പണിയിരുന്ന ആൾക്കാരും ഉണ്ട്, ചിരിച്ചോണ്ട് കരുത്തറില്ല. അതാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ ചിലരുടെ ഒരു മൈൻഡുണ്ട്, ഈ പെൺകുട്ടികൾക്ക് എപ്പോഴും സേഫായിട്ടുള്ള സേഫ് സോൺ ആണുങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇത് കണ്ടു ഇൻസ്റ്റയിലൊരു ചെറിയൊരു അയാളുടെ ഒരു മോട്ടിവേഷൻ ആവാം. അപ്പം അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സഹോദരൻ എന്ന് പറഞ്ഞ് നമ്മളോട് അടുക്കുകയും അടുത്തതിന് ശേഷം അവർക്ക് മറ്റു പലതുമാണ് അവർക്ക് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇവിടെയല്ല, GCC കൺട്രിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഒറ്റയ്ക്ക് പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നു, അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ സഹോദര സ്നേഹം നടിച്ചു വരുന്നു. അതിനെക്കുറിച്ച് വിഷ്ണുവേട്ടന്റെയും ഫ്രണ്ട്സാണ്. ഇപ്പൊ എന്നേക്കാളും കൂടുതൽ അവര് വിഷ്ണുവേട്ടനായിട്ടാണ്. അല്ല അതല്ല, ഞാനിപ്പം ആതിരയുടെ പ്രോസ്പെക്റ്റിൽ, അതായത് മറ്റുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ ആതിരയ്ക്കൊക്കെ നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് വേറെ രീതിയിലെടുത്ത് അല്ലാണ്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ലാന്ന് ഞാൻ എനിക്കത് കൂടുതലായിരിക്കും. അതൊരു 70% ചൂഷണം ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് ചെയ്യപ്പെടണമെന്ന് തീരുമാനിക്കേണ്ട അവർ തന്നെയാണല്ലോ, നിന്ന് കൊടുക്കേണ്ടതാണല്ലോ. കാലഘട്ടത്തിൽ വേറെ ഒത്തിരി പേരുകളുണ്ടല്ലോ. എന്താണ് സിറ്റുവേഷൻഷിപ്പ്, ഒരുപാട് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെയാണ് ഇപ്പം ആമ്പിള്ളേർ സ്മാർട്ടാന്ന് പറയും. ഇന്ന് ആമ്പിള്ളേരൊക്കെ സ്മാർട്ടാണ് പെൺപിള്ളേർ. എല്ലാ മേഖലകളിലും പെൺപിള്ളേരുണ്ട്. അപ്പൊ എന്തായാലും ഫിസിക്കലി കുറച്ച് ശക്തി ആണെന്നല്ലാതെ ബാക്കി ഇപ്പം മെന്റലി ആണെങ്കിലും മെന്റൽ സ്ട്രെങ്ത് ആണെങ്കിലും എല്ലാ രീതിയിലും ആണുങ്ങൾക്ക് കുറവാ. എല്ലാം വെട്ടിത്തുറന്ന് പറയും മണ്ടന്മാരാ. ഇത് മനസ്സിൽ വെച്ചിട്ട് തിരിച്ച് പ്രവർത്തിക്കും. അപ്പോഴാ അളിയാ നമുക്ക് പണി മനസ്സിലായത്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അങ്ങനെ തന്നെ. അതുകൊണ്ട് പറയാൻ നിൽക്കണ്ട കേട്ടോ. പറയാനൊന്നുമില്ല. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴക്ക്. നിങ്ങൾ തെറ്റുണ്ട്, ഞാൻ പറയാറുണ്ടോ. ഈ പുള്ളിക്കാരെ കാണുന്നതിന് മുമ്പ് ഏതെങ്കിലും അഫയർ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം പാസ് അല്ല വെച്ചത്, സിൻസിയർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തരത്തിൽ എൻ്റെ ഒരു അടി കൂടുന്നില്ല. എത്ര നോക്കിയാലും വഴക്കുണ്ടാവുന്നല്ലോ എന്നാണ് ഞാൻ നോക്കുന്നത്. ചുമ്മാ പറഞ്ഞു കേട്ടോ. നിങ്ങളിങ്ങനെ സന്തോഷമായിട്ട് വായിച്ചാൽ ഇത് നിങ്ങളിപ്പോ ഇറങ്ങിപ്പോ ആരാ അല്ലയോ, അവളാരല്ലയോ. ഞാൻ ലൈറ്റ് എടുക്കാൻ മറന്നു നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഷാൻമ എന്ന് പറയാൻ ക്യാമറ ഷാൻ പറയും വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. കാരണം വെച്ചാൽ നമുക്കൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂസി ഒന്നും താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം എപ്പോഴും ഇങ്ങനെ തന്നെ പോട്ടെ. വിഷ്ണുവിന് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാണുന്ന എന്തെങ്കിലും ഒന്ന് ഞാൻ ആയിത്തീർന്നത്. ഇപ്പം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല, അപ്പം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. അപ്പോൾ ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. ഇനിയും ഇങ്ങനെ വലിയ വലിയ ആങ്കേഴ്സിന്റെ മുമ്പിൽ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാനുള്ള അവസരം, ഇങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ടാലന്റ് ആണ്, സ്മാർട്ട് ആണ്. അത് കുറെ ഇങ്ങോട്ട് തള്ളിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഒരു പാലോട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഈ ഇന്റർവ്യൂ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മുടെ ഹാർഡ് വർക്കോ ലക്കോ എന്താ ടാലൻറ്റോ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ചെയ്ത എൻ്റെ വർക്കിൻ്റെ ഒരു പേരിലാണ് ബ്രോ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെയാണ്. കാരണം 700 എപ്പിസോഡ് ഒരു സീരിയൽ പോവുക. കാരണം ഞാൻ സിനിമ 4 പടം ഞാൻ ചെയ്തെങ്കിലും ഞാൻ അറിയപ്പെട്ടത് സീരിയലിലൂടെയാണ്. ഇനിയും ഞാൻ സീരിയലുകൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്യണം, ഇപ്പോൾ ഓഫ്കോഴ്സ് ചെയ്യണം. ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഒരു നാളത്തെ ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും തുടർന്നും അത് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. നിങ്ങളുടെ ഒരു എന്താ പറയുക പ്രാർത്ഥന എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക, അതന്നെയാണ് ഹസ്ബൻഡിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹസ്ബൻഡിനല്ല, ഹസ്ബൻഡ് ഒരു ആക്ടറിനാ. അതെ, എനിക്ക് പെട്ടെന്ന് പറയുമ്പോ ആക്ടർ ഒന്നും വരില്ലല്ലോ. അതെ, അപ്പം അതന്നെ. എല്ലാവരും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. ഇതുപോലെ മുന്നോട്ട് പോകും. എന്തായാലും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറിയൊരു ടാസ്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഈശ്വര, താങ്ക് യു സർ.
എന്തായിരുന്നു? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്ത എന്ത് ഭാഷ? എന്തായിരുന്നു ബ്രോ? പ്രോംപ്റ്റ് ചെയ്ത് കുറെ. എന്താ ബ്രോ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. നെട്ടൂരാണോടാണോ അതിന്റെ കളി? പഠിച്ചിട്ട് എനിക്ക് അയച്ചു. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഇങ്ങനെ ഇപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തേക്ക്. ലൈറ്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോ പഠിക്കേണ്ട കാര്യം പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. വേറെ വല്ല പണി പ്രൊമോയിലിടാം ഈ രണ്ട് സാധനം. അപ്പോൾ എനിവേ വളരെ സന്തോഷം. ഞാനും വളരെ ഹാപ്പിയാണ്. ചിലടത്ത് പോകുമ്പോൾ ഭാര്യമാർ ഭയങ്കര ഓഫോർഡായിരിക്കും, സംസാരിക്കാൻ നിൽക്കത്തില്ല, എനിക്ക് നിൽക്കാനേ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ഈ വേഷം മതിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ. അതെ നിറകൂടം പോകുമ്പം നിറകൂടം പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് പോട്ടെ. ഈ ഒരു കഥാപാത്രം നന്നായിട്ട് പോട്ടെ. ഒരു 700 2000 എപ്പിസോഡ് വരെ പോട്ടെ. അതുപോലെ അടുത്ത നല്ല സിനിമകൾ തേടിയെത്തട്ടെ. ഈ ഒരു ഹാൻസം ബോയ്ക്ക് വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. രണ്ടുപേരും നന്നായിട്ട് പോവാം. 2025 വിഷ്ണുവിൻ്റെതും ആതിരയുടേതാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.